ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി എണ്ണ കയറ്റുമതിക്ക് തിരിച്ചടിയായി മാറിയതോടെ പുതിയ വഴി തേടുകയാണ് സൗദി അറേബ്യ. വലിയ എണ്ണക്കപ്പലുകൾക്ക് പകരം ചെറു കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് പുറംകടലിൽ എണ്ണ എത്തിച്ചാൽ അവിടെ നിന്നും വിദേശ ടാങ്കറുകളിലേക്ക് ഇത് കൈമാറാനായി കഴിയും. അത്തരമൊരു നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതായത് UAE പരീക്ഷിച്ച അതേ തന്ത്രം സൗദിയും സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ എണ്ണ കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാനാണ് ഈ പുതിയ തന്ത്രം സൗദി സ്വീകരിച്ചിരിക്കുന്നത്. വലിയ എണ്ണക്കപ്പലുകൾക്ക് നേരിട്ട് അപകട സാധ്യതയുള്ള മേഖലകളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കും. ചെറു കപ്പലുകളിൽ ക്രൂഡ് ഓയിൽ പുറംകടലിലെത്തിച്ച് അവിടെ നിന്നും വലിയ ടാങ്കറുകളിലേക്ക് മാറ്റുന്ന ഷട്ടിലിംഗ് സംവിധാനമാണ് സൗദി ആരാംകോ ഉപയോഗിക്കുന്നത്. UAEയിലെ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഡ്നോക്ക് സമാനമായൊരു സംവിധാനം ഉപയോഗിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സൗദിയും സമാനമായ നീക്കം നടത്തുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ സംവിധാനമെന്ന് ചോദിച്ചാൽ, സൗദിയിലെ പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള റാസ് തനൂറയിൽ നിന്നും ചെറു കപ്പലുകളിൽ ക്രൂഡ് ഓയിൽ പുറംകടലിലേക്ക് എത്തിക്കും. തുടർന്ന് ഒമാൻ തീരത്തിന് സമീപത്ത് വലിയ എണ്ണ ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ മാറ്റി ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അവലംബിക്കാനായി ഒരുങ്ങുന്നത്. ഇതിലൂടെ വലിയ ടാങ്കറുകൾക്ക് അപകട സാധ്യത കൂടുതലുള്ള ചില സമുദ്രമാർഗങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയും. അതേസമയം ഈ നീക്കത്തെക്കുറിച്ച് സൗദി ആരാംകോ ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്താകും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തുകൊണ്ട് സൗദി പുതിയ വഴി തേടി എന്ന് ചോദിച്ചാൽ, ഹോർമുസ് കടലിടുക്ക് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്ന്. അതോടൊപ്പം ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിലും ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സൂയിസ് കനാൽ വഴിയും ആഫ്രിക്ക ചുറ്റിയുമുള്ള പാതകൾ ദൈർഘ്യമേറിയതും കൂടുതൽ ചെലവേറിയതുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടൽപാതയുടെ സുരക്ഷയും എണ്ണ കയറ്റുമതിയുടെ തുടർച്ചയും ഉറപ്പാക്കുക, അതിനുവേണ്ടി ബദൽ സംവിധാനങ്ങൾ തേടുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിലില്ല. സൗദിയുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കളിലൊന്നായിട്ടുള്ള ചൈനയിലേക്കുള്ള എണ്ണ കയറ്റുമതിയിലും ഈ സംവിധാനം വലിയ തോതിൽ തന്നെ സഹായകരമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഹോർമുസ് പ്രതിസന്ധി എണ്ണ വിപണിയെ എത്രത്തോളം ബാധിക്കും എന്നതിനൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ കണ്ടെത്തുന്ന ഈ ബദൽ മാർഗങ്ങൾ ആഗോള എണ്ണ വിലയിൽ ഇനി എന്ത് സ്വാധീനം ചെലുത്തും എന്നുള്ളതുകൂടി നിർണായകമായി കരുതേണ്ട ഒന്ന് തന്നെയാണ്. അതും കണ്ടറിഞ്ഞ് തന്നെ കാണും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.